അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ സൈന്യം ഈ ദുരന്ത മുഖത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. ബെയിലി പാലം നിർമ്മിച്ചിരിക്കുകയാണ്. 2 ദിവസം തികച്ചെടുത്തിട്ടില്ല ഈ ഒരു നിർമ്മാണത്തിന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം നമ്മൾ അതിനു മുൻപ് ഈ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് ഈ പാലം നിൽക്കുന്നിടത്ത് ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു. അതിന് മുകളിലൂടെ സഞ്ചരിച്ച ജീവനുകൾ ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ, വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയം കൂടെയാണിതിൽ. അതിലാണ് ഇത്രയും അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഊണും ഉറക്കവും ഒന്നുമില്ലാതെ സൈന്യം ഒരേ മനസ്സോടുകൂടി ഈ പാലം നിർമ്മിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. നമ്മൾ ഇന്നലെ രാവിലെയൊക്കെ തന്നെ കൊടുത്തതാണ്. കാരണം വെറും വെള്ളവും നേന്ത്രപ്പഴവും മാത്രം കഴിച്ചുകൊണ്ടായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ അവർ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്ന് തന്നെ വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മനോജ് ഇപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിന് മുൻപ്, ഈ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ഒരു കോൺക്രീറ്റ് പാലമുണ്ടായിരുന്നു. അതിൽ കൂടെ പോയവർ ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല. ഉറ്റവർ പോലും അവരുണ്ടോ എന്ന് നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. തങ്ങളുടെ ഉറ്റവർ ഇനി ഉണ്ടാകുമോ എന്ന്. ഒപ്പം പലയിടത്തും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഉള്ളവർ പറയുന്ന കാര്യവും എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിലാണ് അവരിയ്ക്കുന്നത്. പക്ഷേ മണ്ണിനടിയിൽ ഇനിയും ഒരുപാട് ജീവനുകൾ, ചേതനയറ്റ ജീവനുകളുണ്ട്. അവയെ തിരയുന്നതിന് വേണ്ടിയിട്ട് അതിവേഗം ഒരു തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സൈന്യം ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി അതിലേക്ക് കടക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും രജനി, നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലമൊക്കെ തന്നെ ഇന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാലത്തിലൂടെ അക്കരയിലേക്ക് പോയവർ, ആ മുണ്ടക്കയിലേക്ക് പോയവർ, അവിടെ താമസിച്ചിരുന്നവർ നിരവധി പേരാണ് ഈ ചേതനയേറ്റ ശരീരമായി ഈ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സംവിധാനം, അതായത് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു താൽക്കാലിക പാലം, അത് തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ അവിടേക്ക് രക്ഷാപ്രവർത്തനം എത്തിക്കുവാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാക്കിയിട്ടുള്ള സംവിധാനമായിരുന്നു അത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ പുഴയുടെ ഒഴുക്കിൽ അത് തകർന്നു. എന്നാലും അതിലൂടെയാണ് ഇത്രയധികം രക്ഷാപ്രവർത്തകർ വൈകുന്നേരമായപ്പോഴേക്കും തിരികെ കയറിയത് എന്നുള്ളതാണ്. അതിൽ വടം പിടിച്ചുകൊണ്ട് അത്രയധികം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും അതിലൂടെ അപ്പുറത്തേക്ക് കയറിയത്. അതിനുശേഷം ഇന്ന് സൈന്യം വീണ്ടും മറ്റൊരു ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നടപ്പാത ഉണ്ടാക്കിയെന്നുള്ളതാണ്. അതിലൂടെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തകർ ഈ മുണ്ടക്കയ ഭാഗത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷം അവർ തിരിച്ചിറങ്ങിയതും ഈ പാതയിലൂടെയൊക്കെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം, അതായത് ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിരിക്കുന്നത്. ഇതോടുകൂടി എല്ലാ തരത്തിലുള്ള സഞ്ചാരവും ഇനി ഇതുവഴിയാകാം എന്നുള്ള കാര്യം തന്നെയാണ്. കൃത്യമായും ട്രക്കുകളായാലും അതോടൊപ്പം തന്നെ മറ്റ് യന്ത്രസാമഗ്രികൾ, JCB, ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഇതുവഴി പോകുവാൻ സാധിക്കും. അത് തന്നെയാണ് സൈനിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത്. വളരെയധികം അഭിമാനപൂർവ്വമുള്ള നിമിഷങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള, അതായത് ഈ സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെ ഏൽപ്പിച്ചിട്ടുള്ള കൃത്യം അവർ ആ സമയത്ത് തന്നെ നിർവഹിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നേരിട്ട പ്രതിസന്ധിയൊക്കെ അവർ സൂചിപ്പിച്ചിരുന്നു. കാരണം മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പ്രതികൂലമായിട്ടൊരു കാലാവസ്ഥ. ആ കാലാവസ്ഥയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയധികം സൈനികർ ഇടപെട്ടുകൊണ്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടം പൂർത്തിയാക്കി. ഇതിലൂടെ തന്നെ ഒരു ട്രക്കും അതോടൊപ്പം മറ്റ് ചെറിയ വാഹനങ്ങളും JCB അടക്കം കടന്നുപോയിരിക്കുന്നു. എന്തായാലും ഇനി വേഗതയേറിയ രക്ഷാപ്രവർത്തനം നടത്തുവാൻ പറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം ആശങ്കാജനകമായിട്ടുള്ള കാര്യം, ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നും രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു അവിടെ ഇനി വീടുകളൊന്നും തന്നെ ബാക്കി ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം വലിയ തരത്തിലൊരു ദുരന്തം ആ പ്രദേശത്തെ ഒന്നാകെ ബാധിച്ചിരുന്നു. തികച്ചും ആ പ്രദേശത്തെ വീടുകൾ പൂർണ്ണമായും ഈ വലിയ കല്ലുകളും അതുപോലെ തന്നെ ഈ മണ്ണുമൊക്കെ വന്ന് പതിച്ചുകൊണ്ട് അതിനുള്ളിൽ പുതഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങളാണ് തങ്ങൾക്ക് കണ്ടെടുക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ പാലത്തിലൂടെ ഓരോരുത്തരും
അങ്ങോട്ടേക്ക് ആ മുണ്ടക്കൈ ഭാഗത്തോട്ടേക്കും തിരികെ ഈ പാലത്തിൽ ആകാംക്ഷയോടുകൂടി ഈ പാലത്തിലേക്ക് കയറിയ നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യവും ഉണ്ട്. കാരണം ഈ പാലത്തിന്റെ ബാക്കി കാര്യങ്ങൾ കൂടെ, അതായത് നിർമ്മാണം പൂർത്തിയാക്കിയ ട്രക്കുകൾ പോയ ശേഷം അവർ പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ KSEB അടക്കം മറ്റ് സംവിധാനങ്ങൾ, KSEBയുടെ മറ്റ് ജീവനക്കാരൊക്കെ ഇവിടെ അതിനുവേണ്ട ഇവർക്ക് വേണ്ട പ്രകാശം അതുപോലെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കുവാൻ വേണ്ടി ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മണ്ണുമാന്ത്രി യന്ത്രം, ഈ JCB നേരത്തെ ഈ ഇതിലൂടെ കയറിപ്പോയ ഈ പാലത്തിലൂടെ കയറിപ്പോയ JCB ഇപ്പോൾ തിരികെ ആ പാലത്തിലൂടെ തന്നെ തിരികെ വരികയാണ്. എന്തായാലും ഇത്രയധികം ഭാരമുള്ള ഒരു വാഹനം, ആ വാഹനമാണ് ഇപ്പോൾ ഇവിടേക്ക് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. ആ പാലത്തിലാണ് ഇവരും ഓരോരുത്തരും നിൽക്കുന്നതും. എന്തായാലും ഇത്രയധികം ഭാരം വഹിക്കാൻ ഉറപ്പുള്ള ഒരു പാലം തന്നെയാണ് സൈന്യം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ പാലത്തിലൂടെ നിരവധി വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ എത്തിക്കാൻ സാധിക്കും. എന്തായാലും അവരെ ഏൽപ്പിച്ച കർത്തവ്യം അവർ വളരെയധികം ഊർജമായി തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ രാത്രിയും പകലെന്നില്ലാതെ നിരവധി പേർ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു ഈ സൈനികരൊക്കെയും. അത് തന്നെയാണ് അഭിമാന നിമിഷമെന്ന് അദ്ദേഹം പറഞ്ഞതും. എന്തായാലും ഇനി ഈ പാലത്തിലൂടെയാകും എത്ര പറഞ്ഞാലും മതിയാകില്ല സൈന്യത്തിന്റെ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി. എന്തായാലും ചൂരൽമലയിൽ ബേലി പാലം തുറന്നിരിക്കുക തന്നെയാണ്. അതിനുശേഷം പല വാഹനങ്ങൾ കടന്നുപോയി. ആദ്യം ജനങ്ങളെ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി, പാലം അത്രയധികം ഉറപ്പുണ്ട് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി സൈനിക വാഹനം തന്നെ കയറ്റി വലിയ ട്രക്ക് കയറിപ്പോയി. അതിനുശേഷം ഇപ്പോൾ JCB അപ്പുറം വരെ പോയിട്ട് തിരികെ വീണ്ടും ആ പാലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മനു.